അമ്പൂരിയിൽ കൃഷിയിടത്തേക്ക് തീ പടർന്നു. അമ്പൂരി പഞ്ചായത്തിലെ കണ്ടന്തിട്ട, കുറിച്ചി തുടങ്ങിയ മേഖലയിലെ ഏക്കർ കണക്കിന് റബ്ബർ പുരയിടത്തേക്കാണ് തീ പടർന്നത്. അടിക്കാട് കത്തിപ്പടർന്ന തീ നാട്ടുകാരും നെയ്യാർഡാം, കാട്ടാക്കട എന്നീ ഫയർഫോഴ്സ് യൂണിറ്റുകളിൽ നിന്നെത്തിയ സംഘവും തീയണച്ചു. കൃഷിനാശം എത്രത്തോളമെന്ന് കണക്കാക്കിയിട്ടില്ല. കഴിഞ്ഞ 2 ദിവസമായി തീ കത്താൻ തുടങ്ങിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ തീയിട്ടതാണ് തീ പടരാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവിച്ചത്, ഞാൻ ഇവിടെ വീട്ടിൽ നടയിരുന്നപ്പം ഈ ഓമൻ എന്ന് പറഞ്ഞ ആ ചേച്ചി വിളയിൽ നിന്ന് ഓടിക്കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇച്ചിരി വെള്ളം താഴ്ന്നു കേട്ടു. ഞാൻ കേട്ട് എന്ത് എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, അത് വിളയിൽ ഇതുപോലെ കാട് കിടന്ന് അതിൻ്റെ തീയിട്ട് അതങ്ങ് മുകളിലോട്ട് കയറി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്ര അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ വിളയിലൂടെ മുകളിലൊക്കെ തീയായി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി ആരെങ്കിലും വിളിച്ചറിയിക്കണ്ടേ എന്ന് ചോദിച്ചു. അവരവിടെ ഇരുന്നു. എന്നിട്ട് ഞാൻ അതിന് ശേഷം പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയൊക്കെ വിളിച്ച് അവർ വന്ന് ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ച് ഒരുപാട് ശ്രമിച്ചു. അന്ന് ഫയർഫോഴ്സുകാർ തന്നെ 4 പ്രാവശ്യം വന്നു. ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് ഒരുപാട് നേരം, രാത്രി 12:30 വരെ ശ്രമിച്ചു. എന്നിട്ടും ഈ അണയുന്നില്ല. അങ്ങനെ പിന്നെ അത് അന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് ഇന്നലെ അതിൻ്റെ ബാക്കി കത്തി. ഇപ്പോഴും പോഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. നാട്ടുകാരും കൂടെ. ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് ചെന്നെത്താൻ കഴിയാത്ത ദൂരത്തേക്കും തീ പടർന്നിരുന്നു. ഞങ്ങളിവിടെ താഴെ ഒരു മരണവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിൽക്കുകയായിരുന്നപ്പോൾ ലാലി എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയാണ് നമ്മളെ വീട്ടിൻ്റെ അവിടെയൊക്കെ തീ കത്തുന്നു. അപ്പോൾ ഞാൻ കേട്ട് എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞു, ഇന്നാര് ഇതുപോലെ ഓമൻ എന്ന് പറഞ്ഞ ആൾ പിന്നെ തീയിട്ടു, അതിങ്ങനെ തീ വ്യാപിച്ച് വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഞാൻ അവിടെ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റോട് പറഞ്ഞു. അവർ ഉടനെ തന്നെ പിന്നെ ഞങ്ങളെ വാർഡ് മെമ്പറും ഉണ്ടായിരുന്നു, ജെ മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഉടനെ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. ഞാൻ അതിനിടയ്ക്ക് ഓടി വന്നു. അപ്പോൾ അതാ ഈ വീട്ടിൻ്റെ പുറകിലെത്തിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് അണച്ചു. പിന്നെ ഉടനെ തന്നെ ഫയർഫോഴ്സ് വന്ന് നാട്ടുകാരും കൂടെയൊക്കെ കഴിവിൻ്റെ പരമാവധി രാത്രി 1 മണി വരെ 4 ഘട്ടമായിട്ട് തീ അണച്ചിട്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു രാത്രി ആയിട്ട് അപ്പോൾ ഇനി വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് കരുതി. പക്ഷേ ഇന്നലെ ഉച്ചയായപ്പോൾ വീണ്ടും ഇത് കത്തി തുടങ്ങി. അപ്പോൾ പിന്നെ ഈ ഫയർഫോഴ്സിൻ്റെ മാത്രം കൈകളിൽ, നാട്ടുകാരുടെ കൈകളിൽ നിൽക്കത്തില്ല. അങ്ങനെ പിന്നെ സ്ഥലം MLA വിളിച്ചറിയിച്ചു. കാരണം ഇത് ഇവരുടെ കൈക്ക് നിൽക്കത്തില്ല. കാരണം ഇതിന് കൂടുതൽ സംവിധാനങ്ങൾ എന്തെങ്കിലും വന്നാൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തി. കാരണം അല്ല എങ്കിൽ ഈ തീ കത്തിപ്പോകുന്നത് ഇനി ജനവാസ മേഖലയിലേക്കാണ് കത്തിപ്പോകുന്നത്. അപ്പോൾ ഒത്തിരി മേഖലകളെ ബാധിക്കും. അത് പിന്നെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഫയർഫോഴ്സിനെ കുറച്ച് 7-8 ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരൊന്നും പറഞ്ഞ് അവരെ കൊണ്ട് അത് നിയന്ത്രിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് MLA അറിയിച്ചത്. അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ രാത്രി ഞങ്ങൾ ഇങ്ങനെ അണച്ചു. അപ്പോൾ ഇങ്ങനെ ഈ ഇനി ഈ തീ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ജനവാസ മേഖലകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. തീ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞത് ഈ കത്തി പോയെടുത്ത് തന്നെ വലിയ ഉണക്ക മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും കത്തി പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നില്ല. ഇത് അവിടെയെല്ലാം ഇങ്ങനെ തീ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാറ്റടിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് സ്പാർക്ക് തൊട്ടടുത്ത പ്രദേശത്തോട്ട് പോയി ആണ് ഈ തീ ഇങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ വ്യാപിച്ചു പോകുന്നത്. അപ്പോൾ ഇനി ഇത് പടർന്ന് പിടിക്കുകയാണെങ്കിൽ അത് ഭയങ്കര രൂക്ഷമാകും. ജനവാസ മേഖലകളിലായിരിക്കും ഇനി ഈ തീ പടർന്നു പോകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റാണ് MLA വിളിച്ച് പറഞ്ഞത്. അപ്പോൾ MLA പറഞ്ഞത് പിന്നെ റോഡ് വെട്ടി എന്ന് വെച്ചാൽ MLA ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ റോഡ് വെട്ടി തിരിക്കും. കാരണം ഈ പാറയുടെ മണ്ടയിൽ 7-8 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും 5-6 നാട്ടുകാർ ചേർന്നും പറഞ്ഞ് റോഡൊന്നും വെട്ടി പിന്നെ കഴിവിൻ്റെ പരമാവധി പുറത്തുകൊണ്ടും കൈകൊണ്ടൊക്കെ ചവറുകളൊക്കെ മാറ്റി അത് ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇത് മരണ വീട്ടിൽ നിൽക്കുമായിരുന്നു. താഴെ മരണ വീട്ടിൽ നിന്ന് സമയത്ത് വെച്ചാണ് ഒരു 10 എത്രയാകുമ്പം പ്രസിഡന്റ് പറഞ്ഞു, ഇന്നതുപോലെ തീ കത്തി നിൻ്റെ വീട്ടിലെ ഭാഗമെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ എൻ്റെ ഭർത്താവിനെ വിളിച്ച് കേട്ടോ പറഞ്ഞു, നമ്മുടെ വിളയിൽ വീട്ടിൽ ബാക്കി തീ എരിഞ്ഞ് വന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് ഓടി വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഓടി ഇവിടെ വന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ 8 മണിക്ക് കത്തിച്ച് കണ്ടവൾ അവിടെ വിളയുടെ മൂലയിട്ട് അവൾ തീയിടുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. അങ്ങനെയാണ് ആ തീ പറഞ്ഞത്. ഇവിടെ ആരും ഇല്ലാത്ത സമയം എല്ലാവരും മരണം പോയ സമയത്താണ് ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ആരുമില്ല. അപ്പോൾ അടുത്ത വീട്ടിലെ കൊച്ചുങ്ങൾ ലാലി എന്ന് പറഞ്ഞവരൊക്കെ കണ്ടെല്ലാവരും അറിയിച്ചാണ് ഓടി വന്നത്. പക്ഷെ എൻ്റെ ഭർത്താവ് അപ്പോഴും വന്നതിൽ കൂലിപ്പണിക്ക് അന്ന് പണിയില്ല, മരണം ആയതുകൊണ്ടാണ് പോകാത്തത്. വന്നതുകൊണ്ട് എൻ്റെ വീട്ടിൽ തീ പടർന്നതുമില്ല, പറ്റിയതുമില്ല. ഇവിടങ്ങളിൽ ഒരു ആളുകൾക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ മൊത്തത്തിലെല്ലാ വീടും പോകുമായിരുന്നു. കറണ്ടും ഷീറ്റുകളിട്ട വീടുകളും പ്ലാസ്റ്റിക്കുള്ള വീടുകളാണ് എല്ലാം പോകുമായിരുന്നു. ഇതിൻ്റെ പേരിന് നടപടി എന്തെന്ന് വെച്ചാൽ ഗവൺമെൻറ് എടുത്തിരുന്നത്. ഇനി മേലാലും ഇങ്ങനെ ആവർത്തിക്കില്ല. അപ്പോൾ മൊത്തത്തിൽ തീ കത്തിക്കൊണ്ട് നിൽക്കുകയാണെന്ന് 3 ദിവസം കൊണ്ട് തീ അങ്ങ് പാറിനെ കത്തിക്കും. ഇവിടുന്ന് ആൾക്കാരും ഫയർഫോഴ്സുകാരും എല്ലാവരും വന്ന് എല്ലാവരും ആൾക്കാരൊക്കെ എത്തി, സഹകരിച്ച് നാട്ടുകാരെല്ലാം എത്തി. പക്ഷേ എവളോടൊന്നും മിണ്ടാൻ പറ്റത്തില്ല. എവള് ഭയങ്കര ക്രിമലാണ്, മിണ്ടാനൊക്കത്തില്ല. ഞാൻ ഓടി ഒന്ന് ചോദിച്ചു, ഇത്ര എണ്ണ ഇത് വീടൊന്നും നശിക്കത്തില്ല, നീ ഇങ്ങനെ ചെയ്യാൻ കൊള്ളാമോ, നിൻ്റെ കൈക്ക് ഒതുങ്ങുമോ, നീ കൊച്ചു കുട്ടിയെന്ന് ചോദിച്ചു പോലെ വെട്ടൊക്കെ വാങ്ങുമായിരുന്നു എൻ്റെ. അങ്ങനെ അവർ കമ്പ് കൊടുത്തോണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അവർ കേസ് എടുക്കണ്ടെന്ന് ഇവരൊക്കെ പറയുന്നു. പക്ഷേ ഇനി ഇത് ആവർത്തിക്കരുത്. കാരണം ഇങ്ങനെ കാട് വർഷം തോറും വന്ന് കളിക്കുകയാണ്. എവിടെ ഇതാണ് അവിടെ എടുത്തിടുന്നത്. അവൾക്ക് അവളെ കൈക്ക് നിൽക്കത്തില്ല. ഇത് ചെയ്യാൻ കൊള്ളാമോ?